ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ സംസാര വിഷയം മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ ഇടക്കാലത്ത് വെച്ച് സിനിമാഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞവരെ ഞെട്ടിച്ചുകൊണ്ട് അതൊക്കെ എല്ലാം വ്യാജ വാർത്തകളാണെന്ന് തെളിയിച്ചുകൊണ്ട് ബഹുഭാഷകളിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് ആലോചിക്കണം. ഇപ്പം മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഡേറ്റ് കൊടുക്കാൻ പോലും സമയമില്ലാത്ത രീതിയിലേക്ക് മഞ്ജു വാര്യർ വളർന്നു കഴിഞ്ഞു. ഒരു ഹൗ ഓൾഡ് ആർ യു വന്നപ്പോൾ ഒന്നോ രണ്ടോ സിനിമ അത് വിട്ട് മഞ്ജു വാര്യർ മുന്നോട്ട് പോകുകയില്ല എന്ന് വിചാരിച്ചവർക്ക്, കണക്ക് കൂട്ടിയവർക്കെല്ലാം തിരിച്ചടി നൽകിക്കൊണ്ടുള്ള യാത്രയായിരുന്നു അത്. മഞ്ജു വാര്യർക്കും അറിയാം, തന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടവർ ചിലർക്കൊക്കെ തൻ്റെ നാശം കാണാനാണ് ആഗ്രഹമെന്നും മഞ്ജു വാര്യർക്കറിയാം. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞത് തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയിൽ മഞ്ജു വാര്യറിന് ഗുണകരമായതെന്ന് ആലോചിക്കണം. നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ബഹുഭാഷകളിൽ ഇത്ര പെട്ടെന്ന് മഞ്ജു വാര്യർ തിരക്കുള്ള നടിയായി മാറുമെന്ന്. ഹൗ ഓൾഡ് ആർ യു ശേഷം കുറേ കാര്യങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണ് അവർ ചുവടുറപ്പിച്ചത്. അന്നും ബഹുഭാഷകളിൽ അഭിനയിക്കാൻ അവരെ വിളിച്ചിരുന്നു. വരട്ടെ, എനിക്ക് ഇവിടെയാണ് എൻ്റെ അടിത്തറ, ഇവിടെയാണ് അടിത്തറ ഉറപ്പിക്കേണ്ടത്. ഈ അടിത്തറയിൽ നിന്നായിരിക്കണം കെട്ടിടങ്ങൾ, വലിയ രമ്യകർമ്മങ്ങൾ കെട്ടിപ്പൊക്കേണ്ടത് എന്നുള്ളൊരു കണക്കുകൂട്ടൽ ശരിയായിരുന്നു ആലോചിക്കണം. അവർക്ക് മലയാള സിനിമ ധാരാളം വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് അവർ തമിഴിലേക്ക് പോയി എന്ന് ആലോചിക്കണം. ഒരു ഗ്ലാമർ വേഷവും പോലും ആയിരുന്നില്ല, നാടൻ വേഷമാണ്, ഗ്രാമീണ വേഷമാണ്. അവിടെ മക്കളുടെ പ്രായമായ മക്കളുടെ അമ്മയായിട്ടാണ് അസുരൻ എന്നുള്ള സിനിമ എന്നാലോചിക്കണം. ആ അസുരൻ എന്നുള്ള സിനിമ തമിഴ് സ്വീകരിക്കുമ്പോൾ ഇവിടെ ജോഷിയുടെ സിനിമയിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ശക്തമായ കഥാപാത്രം ഉണ്ടായിരുന്നു ആലോചിക്കണം. ആ കഥാപാത്രത്തെ പോലും തൽക്കാലം വേണ്ടെന്ന് വെച്ച്, മനഃപൂർവ്വമല്ല വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് അസുരൻ അഭിനയിക്കുന്നത്. ആ തമിഴകത്തെ ആ അഭിനയത്തിന് വില കിട്ടിയത് കൂടുതൽ സിനിമകളിലായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ, മറ്റു പലരുടെയും അഭിനയിച്ചെങ്കിലും രജനീകാന്തിൻ്റെ നായികയായില്ലേ ഇവിടെ വന്നിട്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങാണെന്ന് ആലോചിക്കണം. പിന്നെ തമിഴ്, തെലുങ്ക്, കാരണം അങ്ങനെ ബഹുഭാഷകളിലേക്ക് പോകുന്നു. തമിഴിലെ തന്നെ മറ്റു പ്രശസ്ത നടന്മാരോടൊപ്പം അഭിനയിക്കുന്നു. അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് മഞ്ജു വാര്യർ. ഇപ്പോൾ ഇവിടെ രജനീകാന്തിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ ഇവിടെ 2-3 പടങ്ങൾ സജീവമായെങ്കിലും ആദ്യമായി അവർ ഒന്നിക്കാൻ പോകുന്നു ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ നിന്നായിരിക്കണം. ജിത്തു ജോസഫ് എന്തുകൊണ്ട് ഇവർക്ക് മഞ്ജു വാര്യർക്ക് അവസരം കൊടുക്കുന്നില്ല എന്ന് ചോദ്യങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പറ്റിയ വേഷം കൊടുക്കാൻ കഴിയുന്ന സ്ഥലത്ത് വരുമെന്നും പറഞ്ഞിരുന്നു. ശരിയാണ്, ജിത്തു ഒരു ചെറിയ റോളിൽ പോലും ഒരാൾക്ക് അവസരം കൊടുത്താൽ അത് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ പിന്നെ മഞ്ജു വാര്യർ ഒരു വലിയ നടിക്ക് ഒരു വലിയ നല്ല വേഷം തന്നെ കൊടുക്കേണ്ടി, അങ്ങനെ ഒരു വേഷമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് 2-3 മാസങ്ങളിൽ തുടങ്ങുന്നതാലോചിക്കണം. ഇതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എമ്പുരാനിൽ പൃഥ്വിരാജ് സംവിധാനം എമ്പുരാനിൽ അഭിനയിക്കാൻ പോവുകയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ എന്നാലോചിക്കണം. കാരണം അത് വിദേശത്ത് അതിൻ്റെ ഷൂട്ടിംഗ്, അതിൻ്റെ എല്ലാ സെറ്റപ്പും നടന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അത് 1 വർഷത്തോളം ഇനി അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്, മറ്റ് വർക്കുകൾ വേറെ. അപ്പോൾ ഒരു വലിയ സിനിമയുടെ ഭാഗം തന്നെയാണ് എമ്പുരാൻ. അതിലും അഭിനയിക്കുന്നു. മോഹൻലാലുമായി ബന്ധപ്പെട്ട സിനിമകളിൽ അഭിനയിക്കുന്നു. അപ്പോഴേക്കും മമ്മൂട്ടിയുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മോഹൻലാലിൻ്റെ സിനിമയിലാണ് മഞ്ജു വാര്യർ അടുത്ത് അഭിനയിച്ചതെന്ന് ആലോചിക്കണം. അപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് അങ്ങനെയുള്ള കൂട്ടുകെട്ടിൻ്റെ സിനിമകളിൽ മലയാളത്തിൽ അഭിനയിച്ചു. രജനീകാന്ത് അടക്കമുള്ളവരുടെ സിനിമകൾ തമിഴിൽ അഭിനയിച്ചു. അങ്ങനെ പ്രശസ്തയായി. സമയമില്ല, അതായത് വിശ്രമിക്കാൻ സമയമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് മഞ്ജു വാര്യർ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് വ്യത്യസ്തമായ റോളുകളിൽ അഭിനയിക്കണം. കാരണം അഭിനയിച്ചു, കുറേ വേഷങ്ങൾ ചെയ്തു. സല്ലാപം മുതലേ എടുത്തു നോക്കിയാൽ ആരും കുറ്റം പറയില്ല. കുറ്റം പറയാത്ത കുറേ വേഷങ്ങളുണ്ടായി, സാമ്പത്തിക നേട്ടമുണ്ടായി, ജീവിതത്തിൽ പല
തിരിച്ചടികളുണ്ടായി. ആ തിരിച്ചടികളെ അവഗണിച്ചുകൊണ്ട് തൻ്റേതായിട്ടുള്ള വഴി തിരഞ്ഞെടുത്തു. ആ വഴികളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എന്നും മലയാള സിനിമ മലയാളികൾ പ്രേക്ഷകർ ഓർക്കാൻ വേണ്ടി കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. അത് എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് ഈ അടുത്ത കാലത്ത് കുറേ നല്ല സിനിമകളുമായി നെഗറ്റീവ് ടച്ചുള്ള നായക വേഷമുള്ള സിനിമകളുമായി മമ്മൂട്ടി കടന്നു വന്ന് ആലോചിക്കണം. ആ മമ്മൂട്ടി കടന്നു വന്നപ്പോഴാണ് ഇതല്ലേ ശരിയായ വഴി, മമ്മൂട്ടിയല്ലേ തനിക്കിപ്പോൾ മാതൃകയാകേണ്ടത് എന്നൊരു ചിന്ത വന്നു. ആ ചിന്ത ശരിയായിരുന്നു. കാരണം മമ്മൂട്ടിയെ പോലൊരു നടൻ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം മുൻപ് ഇവിടെ നമ്മൾ നാടകങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഈ നാടകത്തിൽ നാടക കലാകാരന്മാർക്ക് അർഹിക്കുന്ന അംഗീകാരമോ വേതനമോ കൊടുക്കാതിരുന്നപ്പോൾ പ്രേക്ഷകർ അതിൽ കടക്കാത്തൊരവസരത്തിൽ മോഹൻലാലിനെ പോലുള്ള നടന്മാർ നാടകം അവതരിപ്പിച്ചുകൊണ്ട് ആ നാടകത്തിന് വലിയ വില ഇട്ടുകൊണ്ട് ലക്ഷങ്ങൾ അണിനിരക്കുന്ന പ്രേക്ഷകർ നാടകത്തിന് വാല്യൂ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ, മമ്മൂട്ടിയെ പോലുള്ള നടന്മാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലും നെഗറ്റീവായ വില്ലൻ നായക വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ട് സിനിമയ്ക്ക് പുതിയ പന്താവ് തുറക്കാനും കഴിഞ്ഞെങ്കിൽ ആ പന്താവിലൂടെ സഞ്ചരിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്ന് വ്യംഗ്യം തരേണ മഞ്ജു വാര്യർ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന കുറേ സിനിമകൾ സെലക്റ്റീവായിക്കൊണ്ട്, അതായത് വ്യത്യസ്ത വേഷങ്ങൾ, തൻ്റെ പ്രായത്തിനു യോജിച്ച പ്രായത്തിന് അതീതമായ കഥാപാത്രങ്ങളുടെ നെഗറ്റീവ് ടച്ചുള്ള നായിക വേഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് മറ്റാരും തയ്യാറായില്ലെങ്കിൽ സ്വന്തമായ നിർമ്മാണ കമ്പനിയുണ്ട്. താനും തൻ്റെ സഹോദരൻ മധു വാര്യരും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമകളുണ്ട്. മധു വാര്യർ ഒരു സിനിമ ആണ് തന്നെ ചെയ്തിട്ടുള്ളതെങ്കിലും മധു വാര്യരെ കൊണ്ട് വേണമെങ്കിൽ സിനിമ ചെയ്യിക്കാം. അതല്ലെങ്കിൽ തൻ്റെ മറ്റൊരു മാതൃകയായ മോഹൻലാൽ, ഇപ്പോൾ മോഹൻലാലിൻ്റെ പുതിയ സിനിമ, വളരെ പ്രശസ്തമായ സിനിമ മോഹൻലാൽ സംവിധാനം ചെയ്തുകൊണ്ട് തൻ്റെ മറ്റൊരു മാതൃകയായ മോഹൻലാൽ, അതായത് മോഹൻലാൽ സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു ബാറോസ് എന്ന സിനിമയുമായി. അതൊരു വലിയ സിനിമയാണ്. ആ വലിയ സിനിമയിൽ തിരക്കുള്ള നടൻ കൂടിയായ മോഹൻലാൽ ബാറോസ് സംവിധാനം ചെയ്തുകൊണ്ട് സംവിധാനത്തിന് കൂടി താൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന്. അപ്പോൾ മമ്മൂട്ടിയെ ചേർന്ന് നിന്നുകൊണ്ട് നെഗറ്റീവ് ടച്ചുള്ള നായിക കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ സംവിധാനത്തിലേക്ക് കൂടി മനസ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരേ സമയം മലയാളത്തിലെ പ്രശസ്തരായ 2 സൂപ്പർ നടന്മാരെ അനുഗമിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഞ്ജു വാര്യർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരുടെ തിരക്കിടയ്ക്ക് നല്ല കഥാപാത്രങ്ങൾ, അതായത് നെഗറ്റീവ് ടച്ചുള്ള നായിക കഥാപാത്രങ്ങളോടൊപ്പം തന്നെ നല്ല സിനിമ സംവിധാനം ചെയ്യാനുള്ള അവർ ആഗ്രഹവും സഫലമാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്തരം ആഗ്രഹങ്ങൾ വെറും ആഗ്രഹങ്ങൾ മാത്രമല്ല, അത് മലയാള സിനിമയിലെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാവുന്ന കാലഘട്ടത്തിലേക്ക് തിരിയണം. കാരണം ഇപ്പോൾ നമുക്ക് സംവിധായകന്മാരുടെ എണ്ണം കുറവാണെന്ന് ആലോചിക്കണം. അത് പരിഹരിക്കുന്നത് നമ്മുടെ സിനിമ KSWC കുറേ വർഷങ്ങൾ ഉള്ള നടികളെ, സംവിധായിക പ്രതിഭകളെ തിരഞ്ഞെടുക്കാറുണ്ട്. അതായത് കോമൺ ആയിട്ട് 2-3 സംവിധായകന്മാരെ അവരുടെ തിരക്കഥ ക്ഷണിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അതിൽ തന്നെ വേറെ ഇതിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വർഷത്തിൽ 4-5 വനിതാ സംവിധായകരുടെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പണം കൊടുത്ത് തിരഞ്ഞെടുത്ത് സംവിധായകരാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും മലയാള സിനിമയ്ക്ക് കുറേ പേരെ കിട്ടട്ടെ. പക്ഷെ ആ ശ്രമം നല്ലതാണ്. അങ്ങനെ എടുത്ത പല സിനിമകളുടെയും സംവിധായകന്മാർ മിടുക്കികളായി മാറി എന്നുള്ളതാണ്. അപ്പോൾ മലയാള സിനിമയിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ ഇനി വളരെ സജീവമാകേണ്ടിയിരിക്കുന്നു. ആ സജീവമാകുന്നതിൻ്റെ തുടക്കം അത് മഞ്ജു വാര്യർ കൂടിയാകട്ടെ. ഒരുപക്ഷെ 2024 അവസാനിക്കുമ്പോൾ മലയാള സിനിമയിൽ വനിതാ സംവിധായകരുടെ എണ്ണം കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനും കൂടി മഞ്ജു വാര്യർ പ്രചോദനമാകട്ടെ.